അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കിള്ളിമംഗലം പള്ളിപ്പടി മുസ്ലിം പള്ളിക്ക് സമീപം റോഡ് പണിയുടെ ഭാഗമായി പൊളിച്ചിട്ട റോഡും മതിലും ഇതുവരെയും പുനർനിർമ്മിച്ചില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. ആവശ്യവുമായി നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ആയില്ലെന്നും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പള്ളിയുടെ മുന്നിൽ ഇവിടെ പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വാള് പണിയാ പറഞ്ഞിട്ട് കോൺട്രാക്ടർ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ പൊളിച്ചു കൊടുത്തതാണ്. ഇതൊക്കെ ഇവിടുന്ന് ഫ്രണ്ടൊക്കെ പൊളിച്ചു കൊടുത്തു. അങ്ങനെ ശരിയാക്കാൻ വന്നേക്ക് ഇവിടുത്തെ സ്ലാവ് കാർത്തിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു അവർ. അപ്പോൾ അത് നേരം പോലെ പണിയണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോൾ അവർ പണി നിർത്തിവെച്ച് പോവുകയാണ് ചെയ്തത്. കോൺട്രാക്ടർക്ക് എൻജിനീയറിങ് പേടിയില്ല, ഇനി ഒരാളെയും പേടിയില്ലാത്തൊരു കോൺട്രാക്ടറാണ്. ആ ഒരു ദാർഷ്ട്യത്തിൻ്റെ ആൾ, ആരും പറഞ്ഞെടുക്കില്ല. ആളപ്പോൾ ഇന്ന് തന്നെ 2-3 വട്ടം വിളിച്ചു. ഒരു പള്ളിയുടെ ഉമ്മറാണ് ഇപ്പോൾ ഇത് പൊളിച്ചിട്ടിരിക്കുന്നത്. 10-250 വീടുകളുള്ള ഒരു മഹലാണിത്. ആ മഹലിൻ്റെ മുന്നിൽ, ആ പള്ളിയുടെ മുമ്പിൽ പൊളിച്ചിട്ടൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അവർ ഇത് നിർത്തിവെച്ചിട്ട് പോവുകയും നാളെ വരാം എന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് അവർ വിളിച്ചാൽ ഇതിൻ്റെ കോൺട്രാക്ടർ ഫോൺ എടുക്കാതിരിക്കുകയുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി ഇവിടുത്തെ നാട്ടുകാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ഞങ്ങൾക്കൊരു പ്രതികരണം കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇതിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമ്മുടെ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി നാട്ടുകാർ പറയുകയാണ്. പിന്നെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ഇതുവഴി ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഈ കുഴിയിലേക്ക് വീഴുന്ന 2-3 വണ്ടികൾ കുഴിയിലേക്ക് വീഴുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നെ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഈ നാട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വർക്ക് അശാസ്ത്രീയമായിട്ടാണ് ഇതിൻ്റെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രൂപത്തിൽ ചെയ്യണമെന്ന് പറയുകയും ഈ റോഡിൻ്റെ സൈഡിലേക്ക് മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട പണികളൊന്നും ഇതിൻ്റെ സർക്കാരുകൾ ചെയ്യാതെയാണ് ഇതിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോവുകയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ശാശ്വതമായൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കോൺട്രാക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ ഇതിനെ ധാർഷ്ട്യമായി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയോടും പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർ ചെയ്തു തരാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കോൺട്രാക്ടർ വരെ ധാർഷ്ട്യമായിട്ടാണ് ഇതിലൊന്ന് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ റോഡ് കംപ്ലീറ്റ് വണ്ടികളും അവിടെ ഒരു കോളനിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് വയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ആംബുലൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അതിനോട് ഇപ്പോൾ ഈ റൂട്ടിൽ കൂടെ എന്തായാലും ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ ആക്കാതെ ഇപ്പോൾ പള്ളിയിലേക്കായാലും വയസ്സായിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് രാത്രിയിലുള്ള നിസ്കാരത്തിനും പുലർച്ചെയുള്ള നിസ്കാരത്തിനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്.